മുമ്പിലൊക്കെ ആൾക്കാരെത്തിയോ? അവിടെ നിന്ന് കയറ്റി ഇങ്ങോട്ട് വിട്ടോ? അവിടെ ഭയങ്കര തിരക്കായി പോയല്ലേ? പുറകിൽ നിന്ന് ഉത്തരത്ത് ഭയങ്കര ഒരു ജനാലയം തന്നെയാണ് നമ്മുടെ പെരിന്തൽമണ്ണയിലെ നെഹ്റു മുനിസിപ്പൽ ഗ്രൗണ്ടിൽ എത്തിയിരിക്കുന്നത്. ഒന്ന് പുറകോട്ട് നോക്കിക്കേ, ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ അത്ര ആൾക്കാരുണ്ട്. വെരി നൈസ്, വെരി നൈസ്. ലവിംഗ് ദി സ്പിരിറ്റ്, ലവിംഗ് ദി എനർജി. പക്ഷെ ആരെ അങ്ങോട്ടും ഇങ്ങോട്ട് ഉന്തി ഒന്നും ചെയ്യരുത്. ഈ ഒരു പരിപാടി വൻ വിജയമാക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണ്ടി മാത്രം വെഡ്സ് ഇന്ത്യ ആരെയാ കൊണ്ടുവന്നിരിക്കുന്നേ? കേട്ടില്ല, ഒന്നുകൂടെ പറ. ആരെയാ? Yes, Hanan Shah is here with his team. Hanan Shah already എത്തി കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഒരു fantastic musical eveningുമായി വെഡ്സ് ഇന്ത്യ Mall of Weddingsന്റെ ബ്രാൻഡ് ലോഞ്ചിൽ അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം ചേരുന്നതായിരിക്കും. വ്യാപാര വ്യവസായ രംഗത്ത് വളരെ പ്രശസ്തമായ വെസ്റ്റ് ഇൻഡീസ് നമ്മുടെ നാട്ടിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് മലബാറിൻ്റെ വാണിജ്യ കേന്ദ്രമായ പെരിന്തൽമണ്ണയിലേക്ക്. തീർച്ചയായും പെരിന്തൽമണ്ണയുടെ നാനോന്മുഖമായ വികസനത്തിലും അതുപോലെ തന്നെ വ്യാപാര മേഖലയിലേക്കൊക്കെ വളരെ വലിയ കുതിപ്പുണ്ടാക്കുന്ന ഒരു വരവാണ്. ആദ്യ വരവ് തന്നെ വലിയ ഓളുണ്ടാക്കി. എല്ലാവിധ ആശംസകളും നേരുകയാണ്. കൃത്യമായി സ്വാഗതം ചെയ്യും. പെരിന്തൽമണ്ണ മർച്ചൻസ് അസോസിയേഷൻ്റെയും മർച്ചൻസ് യൂത്ത് വിങ്ങിൻ്റെയും എല്ലാവിധ ആശംസകളും ഈ സംരംഭത്തിൽ നേർന്നുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ച എവിടെ പാടാതെ നീയല്ലേ അവിടെ പാട്ട് പാടുകൊണ്ടിരുന്നേ? അവനല്ലേ കുരുത്തം കേട്ടവൻ? ഇവനാണ് അവന്റെ അനിയൻ. അവൻ അവിടെ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്തോണ്ടിരിക്കുക. കുറെ പെണ്ണുങ്ങളും ചുറ്റും. ഇഷ്ടപ്പെട്ടു ചേച്ചിക്ക്. ഓക്കെ, ഇനി അടുത്ത പരിപാടി എന്താന്ന് ഞാൻ മറന്നുപോയി. ഞാനിപ്പോ ചോദിച്ചിട്ട് വരാം. നമ്മുടെ ബ്രൈഡ് വെഡ്സ് ഇന്ത്യ മോൾ ഓഫ് വെഡിങ്സിലെ ബ്രൈഡൽ ലെഹങ്കാസ് ആൻഡ് മെൻസ് വെയർ മാത്രമല്ല, ഒരു കല്യാണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും സ്വപ്നം പറയണം ഒരു നല്ല സാരി ഉടുത്ത് and a world champion, international kid model, Mr. Kid Universe 2025, Mr. Kid Super Globe India 2025, and Indian fashion icon 2024. To set a stage on fire, once again, we welcome the one and only Arslan Qureshi. Music! Yeah, Mall of Weddings celebrity Sari Drapist and Saristana. This Sari second drape and a master of elegance and the creative artist behind some of the most iconic looks in cinema and high-profile events. As a celebrity sari drapist and bridal stylist, they bring flawless precision and traditional expertise to every drape, most notably recognized for their work starring Allu Arjun for the blockbuster. കുറേ ആൾക്കാർ ഒരുമിച്ച് വരുമ്പം സംഭവിക്കുന്നതാണ്. സോ നമ്മൾ ആകെ മറ്റൊരു ചെറിയ സ്റ്റെപ്പ് ഒന്ന് ബാക്കി എടുത്താൽ മതി. അപ്പൊ എല്ലാവരും ബാക്കിലേക്ക് ചെറിയൊരു സ്റ്റെപ്പ്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഇറ്റ്സ് സയൻസ്. ആ ഒരു ഇനേർഷ്യ, ആ പുഷ് ഫോഴ്സ് മാറാൻ വേണ്ടിയാണ്. One step സൈഡിലേക്കും, ഈ സൈഡിലേക്കും ഒരു സ്റ്റെപ്പ്. ബിക്കോസ് ഇവിടെയും ബാരിക്കേഡ് ഉണ്ട്, ചതഞ്ഞു പോകും എന്റെ ചെക്കന്മാര്. ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട്, ചെറിയ സ്റ്റെപ്പ്, ഒന്ന് കുറച്ച് ബാക്കിലേക്ക്. താങ്ക് യു, വി അപ്രീഷിയേറ്റ് യു. താങ്ക് യു മിസ്റ്റർ ജോഷി.
നിമിഷത്തിലാണ് ഇന്ന് പങ്കെടുക്കാൻ എല്ലാ വിശേഷ അവിടെ വലിയൊരു പ്രശ്നം എന്തോ നടക്കുന്നുണ്ട്. കാം ഡൗൺ ബോയ്സ്, ബോയ്സ് കാം ഡൗൺ. എന്താ എനിക്ക് കാണുന്നില്ല മോനെ, എന്താ നടക്കുന്നത്? പാമ്പ. ഓക്കെ, ഡോണ്ട് കാം ഡൗൺ. പാമ്പിന് പോവാൻ സ്ഥലം കൊടുക്കും. Calm down, Aine. Calm down. Calm down. Okay, on this. ആദ്യത്തെ തവണയാണ് എൻ്റെ ജീവിതത്തിൽ പാമ്പൊക്കെ ഇവന്റിന് വരുന്നത്. ചേരയായിരിക്കും. കാം ഡൗൺ. അല്ല, ചേരയല്ല. ചേര. ഓക്കെ, ഹോൾഡ് ഓൺ. കാം ഡൗൺ. പാമ്പല്ല. പേടിപ്പിക്കല്ലേ മക്കളെ, പാമ്പ് എന്നൊക്കെ പറഞ്ഞു. ഞാൻ വിചാരിച്ചു റെഡ്സ് ഇന്ത്യയുടെ പരിപാടിയെ കുറിച്ച് കേട്ട് അവര് വിത്യോ. പാമ്പാണോ നിങ്ങള് പാമ്പാണോ? ചേച്ചി കത്തി. നിങ്ങളുടെ ഉള്ളില് പാമ്പ് ഏതോ ഒരെണ്ണം ഉണ്ടാ? തെറ്റായി. അവിടെ കുറെ ചവിട്ട് നാടകമൊക്കെ ഞാൻ കണ്ടു. ഓക്കെ ആയോ? സെറ്റാണോ? ഒരു തംസ് അപ്പ് കാണിക്കൂ. ഓക്കെ അല്ലേ? നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ ബെഡ്സ് ഇന്ത്യ മോൾ ഓഫ് വെഡിങ്സിന്റെ ബ്രാൻഡ് ലോഞ്ച് ആണ് ഇവിടെ നടക്കുന്നത്. We are so excited that all of you came here. പക്ഷേ ഇതൊരു തുടക്കം മാത്രമാണ്. ഇതിന്റെ ഇനോഗ്രേഷൻ നടക്കുന്നത് ഓഗസ്റ്റ് 7-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നടത്തുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ആദരണീയ ചീഫ് മിനിസ്റ്റർ ആയ VD സതീശൻ സാറാണ്. അതിന്റെ കൂടെ നിരവധി ഓഫേഴ്സ് ഉണ്ട്, ലക്കി ഡ്രോസ് ഉണ്ട്, പരിപാടികളുണ്ട്, മിഡ് നൈറ്റ് സെയിൽ ഉണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള വൺ സ്റ്റോപ്പ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ആയിരിക്കും വെഡ്സ് ഇന്ത്യ ഓഫർ ചെയ്യുന്നത്. ഇറ്റ്സ് ഗോയിങ് ടു ബി ദി അൾട്ടിമേറ്റ് വെഡിങ് ആൻഡ് ഫാഷൻ ഡെസ്റ്റിനേഷൻ ഇൻ പെരിന്തൽമണ്ണ. ഇനി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകണ്ട, അവിടെ നിന്ന് ആൾക്കാർ ഇവിടെ എത്തും. Also, let me tell you, 8-ാം തീയതിയും ഈ ഒരു സെലിബ്രേഷൻ ആഘോഷിക്കും. വെഡ്സ് ഇന്ത്യ is presenting the grand shopping grand launchil എത്തിയിരിക്കുന്നു. Let's do this. Hanan Shah. നമസ്കാരം പെരിന്തൽമണ്ണ. എന്താണ് വിശേഷം? സുഖമാണോ? ഹാപ്പി ആയിട്ടിരിക്കണ? കുറച്ചു നേരം വെയിറ്റ് ചെയ്തല്ലേ? ഞങ്ങൾ 5 മണിക്ക് എത്തിയത്, ഞങ്ങൾ ലേറ്റ് ആക്കിയില്ല. സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഓൾറെഡി ടൈം എടുത്തിരിക്കുകയാണ് തോന്നുന്നു. ഷോ സ്റ്റാർട്ട് ചെയ്ത് പോവാം. ഓക്കെ.
KP, ബിജു, ഫാത്തിമ, പിന്നെ ജസ്ഫീലുണ്ട്. KP നെ വിളിക്കാം. ഒരാൾ കൂടി ഉണ്ട്. മുത്തുവിനെ പരിചയമുണ്ടാ? ഇല്ലേ? ഈ പരിപാടി കഴിയുമ്പോൾ തന്നെ അങ്ങോട്ട് പരിചയം ആയിക്കോളൂ. ക്രിഞ്ച് പാട്ട് എന്ന് പറഞ്ഞൊരു പാട്ടേ പാടി കേട്ടിട്ടുണ്ടോ? അത് പാട്ട് എല്ലാവരും ഒപ്പം പാടോ? ഓക്കെ, ലെറ്റ്സ് ഗോ. ആര് ഇനിയാണ് ബാക്കിയുള്ള മുത്തു? സോ ഇലകൊഴിയെ പാട്ട് കേട്ടിട്ടുണ്ടോ? ആരാ എഴുതിയ? മസ്ക് കേട്ടിട്ടുണ്ടോ? ഓ തലവരയില്ലാത്തോന പണ്ടേ ഞാനൊരു വാഴ, ഗുണം പിടിക്കാത്തൊരു മോന പണ്ടേ ഞാനൊരു താഴ. കേട്ടണ്ട? അപ്പൊ അതൊക്കെ എഴുതിയ ആളാണ് ഈ വന്നിട്ടുള്ളത്. ഓക്കെ, വേണ്ട മണ്ണില പെട്ടുപോയി കൂട്ടില കൊട്ടാരത്തിൽ കല്ലാളിനെ ഹിജാബിലെ തുന്നിയതാരേ. പാടിയോക്കാ. എനിക്ക് ഇതിൽ കുറച്ച് ട്രാക്കും കുറച്ച് വാക്കിലും ഈ രണ്ടെണ്ണം കേട്ടില്ല.
അടുത്ത പാട്ടിന്റെ പേര് സരോജ എന്നാണ്. കേട്ടിട്ടുണ്ടോ? ആ പാട്ട് എഴുതിയ ആളാണ് മുത്തു. അപ്പൊ ഞാനും മുത്തു കൂടിയാണ് പാടുന്നത്. അപ്പോ അതിൽ സരോജ എന്ന് 3 പ്രാവശ്യം വരും. നിങ്ങൾ കൂടെ പാടോ? സരോജ 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 പാടില്ല? ഓക്കെ ഓക്കെ, ലെറ്റ്സ് ഗോ. അടുത്ത പാട്ട് കണ്ട് പറയാട്ടാ. മഴ ഉണ്ടാ? നല്ലൊരു കയ്യടി. എന്തായാലും ഒരുപാട് സന്തോഷമായി ഇവിടെ വരാനും നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കാൻ സാധിച്ചത്. ഇതിന് അവസരം ഒരുക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് നമ്മുടെ അനാൻഷ, അതുപോലെ ഇവിടുത്തെ മെഴ്സ് ഇന്ത്യയുടെ ഓണേഴ്സ്, എല്ലാവരോടും നന്ദി പറയുന്നു. പിന്നെ എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, മലബാർ ബ്ലൈൻഡ് വോയിസ് എന്നാണ് പേര്. എല്ലാവരും ഒന്ന് കയറണം. നമ്മുടെ ഒരു പാട്ട് 1,84,00,000 ആൾക്കാർ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും മലബാർ ബ്ലൈൻഡ് വോയിസ് എന്ന ഇൻസ്റ്റാ പേജ് ഒന്ന് കയറി കാണണം. അതുപോലെ മലബാർ ബ്ലൈൻഡ് വോയിസ് മലപ്പുറം എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. പരിചയപ്പെടുത്തേണ്ട ആവശ്യമായിട്ട് തോന്നുന്നു, പക്ഷേ എനിക്ക് തോന്നുന്നില്ല കഴിഞ്ഞ മാസത്തിന് ശേഷം ഒന്നും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അനീഷ് ഭായിന്റെ പാട്ട് കേൾക്കണം, എല്ലാവർക്കും പാട്ടുകളും കാര്യങ്ങളൊക്കെ അറിയാം. ഓൾറെഡി കോടിക്കണക്കിന് വ്യൂസും കാര്യങ്ങളാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അനീഷ് ഭായിന്റെ ചാനലും കാര്യങ്ങളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.